നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7 കാനനവാസനെ കണ്ടുവണങ്ങി ഭാരതത്തിന്റെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനം നടത്തിയത് വ്രതശുദ്ധിയോടെ കറുപ്പെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തിയാണ്. രാഷ്ട്രപതിയുടെ ശബരീശ ദർശനം ഒറീസ ഉബേർബേദ ഗ്രാമത്തിലെ സാന്താൾ ഗോത്രനായിക, ഭാരതത്തിൻ്റെ സർവ്വ സൈന്യാധിപ, പ്രഥമ പൗര രാഷ്ട്രപതി ദ്രൗപദി മുർമു 18 മല താണ്ടി ശബരിമലയിലെത്തി കാനനവാസനെ ആവോളം കണ്ടു. പുണ്യപൂങ്കാവനത്തിൻ്റെ പരിശുദ്ധിയും ആചാര അനുഷ്ഠാന പെരുമയും പാലിച്ചുകൊണ്ട് വ്രതം നോറ്റ് കറുപ്പെടുത്ത ഇരുമുടിയുമേന്തിയാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയത്. പമ്പയിൽ ത്രിവേണി സംഗമസ്ഥാനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്നാനഘട്ടത്തിൽ ദേഹശുദ്ധി വരുത്തി പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടുമുറുക്കി. പമ്പാ ഗണപതിയെ വണങ്ങി പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖാവാഹനത്തിൽ സന്നിധാനത്തേക്ക് 18ാം പടി തൊട്ടുവണങ്ങി ശബരീശ തിരുമുൻപിലെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തിരുമുമ്പിൽ കൈകൂപ്പി ഹൃദയത്തിൽ തൊട്ട കാനനവാസനെ പ്രാർത്ഥിച്ചു. മാളികപ്പുറത്തും വാവർനടയിലും ദർശനം നടത്തിയാണ് രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങിയത്. രാവിലെ 8:40 രാഷ്ട്രപതി പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. തുടർന്ന് റോഡ് മാർഗം പമ്പയിലെത്തി. നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. ഹെലികോപ്റ്റർ മാർഗം തന്നെയാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ജനം, പത്തനംതിട്ട. രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച. രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ചക്രം ഹെലിപാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിയാണ് ചക്രം കുഴിയിൽ നിന്ന് കയറ്റിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാതെ വന്നതോടെ രാവിലെയാണ് പ്രമാടത്ത് ഹെലിപാഡ് തയ്യാറാക്കിയത്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ. എന്നാൽ മഴയും മൂടൽമഞ്ഞും കാരണം നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചില്ല. തുടർന്ന് പത്തനംതിട്ട നഗരത്തിന് സമീപം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം മൈതാനത്ത് ഹെലിപാഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഹെലികോപ്റ്റർ ഇറങ്ങേണ്ടതിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പാണ് ഹെലിപാഡുകൾക്കായി കോൺക്രീറ്റ് തറകൾ നിർമ്മിച്ചത്. മതിയായ സമയം ലഭിക്കാതെ ഉറയ്ക്കാത്ത കോൺക്രീറ്റ് തറയിലേക്കാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടൻ ചക്രം കോൺക്രീറ്റിൽ താഴ്ന്നു. തുടർന്ന് രാഷ്ട്രപതി ഇറങ്ങിയ ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തള്ളിയാണ് ചക്രം കുഴിയിൽ നിന്ന് കയറ്റിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് ഹെലിപാഡിന്റെ അപാകത. നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പകരം സംവിധാനമൊരുക്കാൻ നേരത്തെ തീരുമാനിക്കാതിരുന്നതും വിനയായി. പ്ലാൻ ബിയെപ്പറ്റി ഫലപ്രദമായ ആലോചനയുണ്ടായില്ലെന്നും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയം തെരുവുനായ ഓടിക്കയറിയെന്നും ആന്റോ ആന്റണി MP പറഞ്ഞു. ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ? ആ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചില്ല. പ്ലാൻ എ മാത്രം നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അവിടെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഒന്ന് താന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തെരുവുനായ ഓടി ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ഈ തെരുവുനായെ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ പകച്ചു നിൽക്കുക. കാരണം തെരുവുനായ അവസാനം അടുത്ത രണ്ടാമത്തെ രാഷ്ട്രപതി ലാൻഡ് ചെയ്യുന്ന ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് കുറേ പോലീസുകാർ ചേർന്ന് ഈ തെരുവുനായെ ഓടിക്കുകയാണ്. കാരണം ഒരു ഏറ്റവും കൂടുതൽ ഇത് തെരുവുനായ ഏത് തരത്തിലുള്ള നായയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പോലും തെരുവുനായയുടെ ശല്യം ഉണ്ടായി എന്ന് പറയുമ്പം ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പും എടുക്കാത്ത ആളുകൾ അതൊന്ന് ചിന്തിക്കണം. അതേസമയം സംഭവത്തിൽ വീഴ്ചയില്ലെന്നും നിശ്ചയിച്ച സ്ഥലത്തു നിന്നും ഹെലികോപ്റ്റർ അല്പം മാറിയിറങ്ങിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും DGP ജനം ജിവിയോട് പറഞ്ഞു. ജനം, പത്തനംതിട്ട.
ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കവർച്ചയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കത്ത്. ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. ദേവസ്വം ബോർഡുകൾ പോലുള്ള സ്ഥാപനങ്ങളിൽ ക്രിമിനൽ സംഘങ്ങൾ കൈയടക്കുകയും നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അഴിമതിയിലും സ്വർണ്ണത്തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളിലും അടിയന്തരമായി ഇടപെടണമെന്നും സമഗ്ര അന്വേഷണവും ആവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ സമഗ്രമായ ഓഡിറ്റ് നടത്താൻ CAGക്ക് നിർദ്ദേശം നൽകണം. ക്ഷേത്രങ്ങളിൽ ക്രമക്കേട് തിരിച്ചറിയുന്നതിനും പ്രോസിക്യൂഷൻ ഉറപ്പാക്കുന്നതിനും ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്നീ ആവശ്യങ്ങളും കത്തിലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് പാർട്ടി സംസ്ഥാന ഘടകം വിശ്വസിക്കുന്നു. ഇത് പതിറ്റാണ്ടുകളായി തുടരുന്നുവെന്നും ദേവസ്വം ബോർഡുകൾ പോലുള്ള സ്ഥാപനങ്ങളെ ക്രിമിനൽ സംഘങ്ങൾ കൈയടക്കുകയും നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിലെ സർക്കാർ ഇരട്ടത്താപ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ തുറന്നു കാട്ടുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഇതൊരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിന്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണെന്ന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ BJP തുടരുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലെ അനധികൃത നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകി. ആറാട്ടുകടവിലെ അനധികൃത നിർമ്മിതി സംബന്ധിച്ച് ജനം TV അടുത്തിടെ വാർത്ത നൽകിയിരുന്നു. ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠൻ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. 28-ന് മന്ത്രിമാരായ MB രാജേഷും മുഹമ്മദ് റിയാസും ഉദ്ഘാടനം നടത്താനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ആറാട്ടുകടവിലുള്ള അനധികൃത നിർമ്മാണം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ആറാട്ടുകടവിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിനങ്ങളിലാണ് ഭക്തർ നാമജപയാത്ര നടത്തിയത്. ദേവസ്വം ബോർഡിന് നിരന്തരം പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ല. സംഭവത്തിൽ ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. ആറാട്ടുകടവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പരിപാടികൾക്കുമാണ് താൽക്കാലിക സ്റ്റേ നൽകിയത്. 2023 ആറാട്ടുകടവിലെ കൽപ്പടവുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. CPM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയവും ഇരിപ്പിടങ്ങളും നിർമ്മിച്ചു. ജലമുഖം എന്ന് പേരിട്ട ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രത്തിന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല. അനധികൃത നിർമ്മാണങ്ങൾ എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്നതാണ് ഭക്തരുടെ ആവശ്യം. ജനം, കൊല്ലം. കാസർഗോഡ് ഉദുമയിൽ CPM നേതാവിന്റെ ദിവ്യാംഗിയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി. ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം. മകളെ ലവ് ജിഹാദിൽപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് യുവാവ് നടത്തിയതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട കാസർഗോഡ് ഉദുമ സ്വദേശിയായ യുവതിയെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ഇതര മതസ്ഥനായ യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. റാഷിദ് എന്ന യുവാവ് മകളെ ലവ് ജിഹാദിൽ പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെന്ന് പിതാവും പ്രദേശത്തെ CPM നേതാവുമായ ഭാസ്കരൻ പറയുന്നു. 2 കാലും ഇല്ലാതെ മലമൂത്രം ഇങ്ങനെ പോകുന്ന ഈ പെണ്ണിന്റെ എങ്ങനെയാണ് ഓൻ സംരക്ഷിക്കുന്നത്? നേരിലെ ഭാര്യനെ തന്നെ അവന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇവളെ സംരക്ഷിക്കുന്നത്? അപ്പൊ പൈസയാണ് 1 ലക്ഷ്യം. പിന്നെ ഇവൾ അഥവാ കല്യാണം കഴിച്ച ഇവര് ഗൾഫിൽ ഇങ്ങനെ ഒരു അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള അവരെ കല്യാണം കഴിച്ച ആർമി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിന് സഹായിക്കപ്പെടുന്നതാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ ലവ് ജിഹാദ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇവർക്ക് ഇപ്പോ ഇവന്റെ ഈ പ്രവർത്തനം കാണുമ്പോ അങ്ങനെ ഒരു സംശയം ഇല്ലായികയില്ല. ഒരു സംശയം തോന്നുന്നു. കല്യാണം കഴിച്ചു തരുന്നെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതിന്റെ തുകയാണ്, ഇൻഷൂർ തുക അവന് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ കാരണമാണ്.
അത് ഈ മകൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഓമനയിൽ വളർത്തിയ മകളാണ്. ഇന്ന് വരെ മർദ്ദിക്ക് ഈ അരക്ക് താഴെ സ്വാധീനമില്ലാതെയുള്ള മർദ്ദിക്കുന്ന ഏതെങ്കിലും ഒരു അക്ഷരം നമുക്ക് തോന്നുക. റാഷിദിന് ഭാര്യയും മക്കളും ഉണ്ടെന്നും മകളെ വിവാഹം കഴിക്കുന്നത് മകളുടെ പേരുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. റാഷിദിനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം. പിതാവും കുടുംബവും മുറിയിൽ പൂട്ടിയിട്ടെന്നും മർദ്ദിച്ചെന്നും കാട്ടി യുവതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് കുടുംബം ലവ് ജിഹാദ് ആരോപണവുമായി രംഗത്തുവന്നത്. ജനം, കോഴിക്കോട്. അതേസമയം ലവ് ജിഹാദ് തടയാൻ നിർണായക നീക്കവുമായി അസം സർക്കാർ. ലവ് ജിഹാദ്, ബഹുഭാര്യത്വം, വൈഷ്ണവ സത്രങ്ങളുടെ സംരക്ഷണം എന്നിവ മുൻനിർത്തി നിയമം നിർമ്മിക്കും. അടുത്ത സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. മന്ത്രിസഭായോഗം കരട് അംഗീകരിച്ച ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങൾ എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും. നന്ദഗോപൻ, ഈ കേരളത്തിൽ അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്ത തന്നെ ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാപകമായി ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തെ എങ്ങനെ തടയാം എന്നതിനെപ്പറ്റി ആലോചിക്കുകയും അതിനുവേണ്ട നിയമ നടപടികളിലേക്ക് കടക്കുകയുമാണല്ലോ. ഗൗതം, കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും ഈ ലവ് ജിഹാദ്, അതായത് ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി വശീകരിക്കുന്ന മുസ്ലിം യുവാക്കളുടെ ഭാഗത്തു നിന്നും അത്തരം ചില നീക്കങ്ങൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസമിൽ ഇത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ശക്തമായ ഒരു നടപടിയിലേക്ക് അസം സർക്കാർ കടക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കരട് അംഗീകരിച്ച ശേഷം ഇത് നിയമസഭയിൽ എത്തുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലവ് ജിഹാദിനെ തടയിടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ ഈ ബഹുഭാര്യത്വം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ബഹുഭാര്യത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ബില്ലിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ ഈ അസമിലെ വൈഷ്ണവ സത്രങ്ങൾ, ഇത്തരം സത്രങ്ങൾ പലയിടങ്ങളും കയ്യേറ്റത്തിൻ്റെയും അതേപോലെ തന്നെ നാശത്തിൻ്റെയും വക്കിലാണ്. അത്തരം സത്രങ്ങളെ സംരക്ഷിക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് മറ്റൊരു ബില്ലും നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് വളരെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വളരെ സധൈര്യം അസം സർക്കാർ ഇത്തരമൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഗൗതം. യെസ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം തടയാനുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് കടത്തിരുന്നു. ഇപ്പോൾ BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ അസോമും പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം തടയാനുള്ള നിയമം ഒരുക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് ക്ലിഫ് ഹൗസ് മാർച്ച് അവസാനിപ്പിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരുമെന്നും സമരസമിതി പ്രസിഡന്റ് VK സദാനന്ദൻ അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 19 പേരെ മോചിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയ പ്രതിഷേധത്തിനാണെന്ന് ക്ലിഫ് ഹൗസും പരിസരവും വേദിയായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. DCP ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഏറ്റവും ഉടനെ കഴിയുന്നത്ര നേരത്തെ തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ മുഖ്യമന്ത്രി അടുത്ത ദിവസം പോകുന്ന എന്തോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം, ഞങ്ങളുടെ ഡെലിഗേഷൻ തരാം, പോയി കാണാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് 19 പേരുണ്ട്. അവരെ ഉടനെ റിലീസ് ചെയ്ത് തരാം, ഇപ്പം തന്നെ റിലീസ് ചെയ്ത് തരും. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിനാണ് ക്ലിഫ് ഹൗസും പരിസര പ്രദേശവും വേദിയായത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് താൽക്കാലികമായി ആശാസമരം ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പകൽ സമരം തുടരും എന്ന് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രസിഡന്റ് VK സദാനന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. കസ്റ്റഡിയിലെടുത്ത 19 പേരെ മോചിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ക്ലിഫ് ഹൗസും
പരിസര പ്രദേശവും ഇന്നിപ്പോൾ വേദിയായത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് ഇന്നിപ്പോൾ ക്ലിപ്പ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച സാഹചര്യത്തിൽ ആ സമരമാണ് അവസാനിപ്പിക്കുന്നത്. രാപ്പകൽ സമരം എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അത് തുടരുമെന്ന് തന്നെയല്ലേ സമരസമിതി വ്യക്തമാക്കിയത്? പ്രശാന്ത്. ഗൗതം, തീർച്ചയായും 8 മാസം നീണ്ട സമരം, ആ സമരത്തിൽ നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ക്ലിഫ് ഹൗസ് മാർച്ചിലേക്ക് ആശമാർ എത്തിയത്. ക്ലിഫ് ഹൗസ് മാർച്ച് വലിയ രീതിയിൽ സംഘർഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് ആശമാർ ക്ലിഫ് ഹൗസ് മാർച്ചിൽ നടന്നത്. പ്രവർത്തകരുടെ സമരം ശക്തമായതോടെ, അതായത് ആശാസമരം ശക്തമായതോടെ, ഈ ക്ലിഫ് ഹൗസ് മാർച്ച് ശക്തമായതോടുകൂടി തന്നെ പ്രവർത്തകരുടെ മൈക്കടക്കം എടുത്തു നീക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തു. ഇത് വലിയ സംഘർഷത്തിന് വഴിവെച്ചു. 19 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. 5 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നും നിരവധി പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന അടക്കമുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ഇതിന് ശേഷം പിന്നീട് ഒരു ചർച്ച നടന്നു. സമരസമിതി നേതാക്കളും പോലീസും തമ്മിലൊരു ചർച്ച നടന്നതിന് അതിൻ്റെ ഉറപ്പിനിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കാമെന്ന് പോലീസിന് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്ത 19 പേർ, ആ 19 പേരെയും അവരെ കേസെടുക്കാതെ, അതായത് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടയക്കാമെന്നൊരു ഉറപ്പ് കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടിയാണ് സമരം അവസാനിപ്പിക്കാൻ, അതായത് ക്ലിഫ് ഹൗസ് മാർച്ച് അവസാനിപ്പിക്കുവാൻ ഒരു നീക്കം വന്നത്. അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് ഈ ഉറപ്പ് നൽകാം, ഈ ഉടൻ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത 19 പേരെയും വിട്ടയക്കാമെന്നൊരു ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാൻ, അതായത് ക്ലിഫ് ഹൗസ് മാർച്ച് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ആശാ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധം താൽക്കാലികമായി പിൻവലിച്ചത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സമയം അനുവദിച്ച പശ്ചാത്തലത്തിലാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം നാളെ അവസാനിക്കും. പ്രചരണം ചൂടുപിടിക്കുമ്പോൾ തമ്മിലടിച്ച് തകർന്ന അവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം. 11 സീറ്റുകളിൽ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലികളും ആരംഭിച്ചു. ബീഹാറിൽ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. തന്ത്രങ്ങൾ പാളി തമ്മിലടിച്ച് തകർന്ന അവസ്ഥയിലാണ് നിലവിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യം. 11 സീറ്റുകളിൽ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കുമെതിരായി RJD 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. സീറ്റ് വിഭജനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത RJDയുടെ നിലപാടാണ് ഇന്ത്യ സഖ്യത്തെ തകർത്തത്. കോൺഗ്രസിന് നിലവിൽ ജനപിന്തുണ കുറവാണെന്നും കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ലെന്നും മുന്നണി യോഗത്തിൽ തന്നെ RJD വ്യക്തമാക്കിയിരുന്നു. നർക്കതിയാഗഞ്ച്, ലാൽഗഞ്ച്, വൈശാലി, സുൽത്താൻഗഞ്ച്, കഹൽഗാവ് എന്നിവിടങ്ങളിലാണ് RJDയും കോൺഗ്രസും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതേസമയം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമായി. മുസഫർ നഗറിൽ നിന്നാണ് മുഖ്യമന്ത്രി റാലി ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം ബീഹാറിലെത്തും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നേരത്തെ പൂർത്തിയാക്കിയ NDA ക്യാമ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പ്രചാരണം നയിക്കുന്നത്. ജനം, ഡൽഹി. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയാനില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. കാലങ്ങളായി യുദ്ധം ചെയ്യുന്ന 2 രാജ്യങ്ങൾക്ക് സംഘർഷം ഒഴിവാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാമെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെയാണ് ഹംഗറിയയിൽ നടക്കാനിരുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച റദ്ദാക്കിയത്. ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതായി അറിയിപ്പ് വൈറ്റ് ഹൗസ് നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹംഗറിയിൽ കൂടിക്കാഴ്ച നടക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപ് അറിയിച്ചത്. കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെയാണ് അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയാനില്ലെന്നും 2 രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന നിലപാട് ട്രംപ് അറിയിച്ചത്. Great deals, great peace deals. They're all peace deals. They're agreements, solid agreements, every one of them. But this one, and I said, go to the line of battle, the battlefield lines, and you pull back and you go home, and everybody
take some time off because you got two countries that are killing each other. Two countries that are losing 5,000 to 7,000 soldiers a week. So we'll see what happens. We haven't made a determination. നിരവധി സൈനികരെ ഇരുപക്ഷത്തിലും നഷ്ടമാകുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാമെന്നും ട്രംപ്. യുക്രൈന്റെ കൈവശമുള്ള ഡൊണസ്ക് മേഖല പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്ന നിലപാട് പുടിൻ ട്രംപിനെ അറിയിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവും തമ്മിൽ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. കാടറിഞ്ഞൊരാൾ കാടിന് നടുവിൽ കാനനവാസന മുന്നിൽ അയ്യപ്പസന്നിധിയിൽ മനസ്സർപ്പിച്ചൊരു മാളികപ്പുറം. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെക്കുറിച്ച് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള ഒരു മനോഹര റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. വ്രതശുദ്ധിയോടെ കറുപ്പണിഞ്ഞ് വരവ്, ഉള്ളിൽ അയ്യനെന്ന ഒറ്റ ലക്ഷ്യം, പമ്പയിൽ നിലത്തിരുന്ന് ഇരുമുടികെട്ട്. ശരണം വിളിച്ചു മലകയറ്റം, ഭക്തി നിർഭരം 18ാം പടി ചവിട്ട്. സ്വാമി സമക്ഷം കൈകൂപ്പി വണങ്ങി മനമുരുകി മന്ത്രിച്ച് ഏറെ നേരം. കാനനവാസനിൽ കണ്ണു നടുമ്പോൾ ജീവിച്ചു ശീലിച്ച വനവാസ സംസ്കാരകാലം ആ മനസ്സിൽ നിറഞ്ഞു പെയ്തിട്ടുണ്ടാകും. ന്യൂസ് ഡെസ്ക് ജനം.